ആധുനികത ഇന്ധനമാക്കി സർവ്വമേഖലയിലും അതിവേഗം കുതിക്കുന്ന നവകേരളം കുടിവെള്ള വിതരണ രംഗത്ത് കെ-ഡിസ്കുമായി കൈകോർത്ത് വികസനത്തിന്റെ പുത്തൻ പടവുകളേറുകയാണിന്ന്. ലക്ഷക്കണക്കിന് വരുന്ന കേരളീയർ ആശ്രയിക്കുന്ന കുടിവെള്ളം സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനും വേണ്ടി ചെലവ് കുറഞ്ഞ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന IoT സംവിധാനങ്ങൾ കെ-ഡിസ്ക് ജലവകുപ്പിന്റെ പമ്പ് ഹൗസുകളിലും പൈപ്പ് ലൈനുകളിലും സജ്ജീകരിക്കുന്നു. വളരെ ചിട്ടയായിട്ടുള്ള ജലവിതരണ സംവിധാനങ്ങൾ കേരളത്തിലുണ്ടാവണം എന്നുള്ളതിൻ്റെ പ്രാധാന്യമാണ് കേരളത്തിലെ ആളോഹരി ജലലഭ്യത, മഴയിൽ നിന്നുള്ള ജലലഭ്യത രാജസ്ഥാനിനേക്കാൾ കുറവാണ് എന്നുള്ള കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജലവകുപ്പിന്റെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം മങ്ങാരത്ത് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള വിതരണ ടാങ്ക് നിറയുന്നത് അകലെ അച്ചൻകോവിലാറിന്റെ തീരത്തുള്ള പമ്പ് ഓപ്പറേറ്റർക്ക് ഇപ്പോൾ നൊടിയിടയിൽ അറിയാം. പമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാങ്കിന്റെ ലെവല് കറക്റ്റ് അറിയാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെയും ചേരിക്കൽ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയത്തില്ല. ഈ ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഞങ്ങൾ ചേരിക്കൽ ടാങ്ക് നിറയുന്നത് കറക്റ്റായിട്ടുള്ള ലെവൽ അറിയാൻ പറ്റും. പന്തളം മുനിസിപ്പാലിറ്റിയിലെ ഭീമൻ കുടിവെള്ള ടാങ്കുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലെവൽ സെൻസർ ടാങ്ക് നിറയുന്നതിന്റെ സന്ദേശം അച്ചൻകോവിലാറിന്റെ തീരത്ത് കർമ്മനിരതനായ പമ്പ് ഓപ്പറേറ്റർക്ക് കൈമാറും. പമ്പ് ഓപ്പറേറ്ററുടെ ഫോണിൽ ലഭിക്കുന്ന സന്ദേശം മോട്ടോർ ഓഫ് ചെയ്യുന്നതിന് നിർദ്ദേശിക്കുന്നു. ഒരു ദിവസം ഒരു 20 കിലോമീറ്റർ കൂടുതൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റ് ചെയ്യാനും വേണ്ടി. ഇപ്പോൾ കെ-ഡിസ്കിൻ്റെ ഈ സംവിധാനം വന്നതുകൊണ്ട് എനിക്ക് ടാങ്ക് നിറയുന്നതും അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കൃത്യസമയങ്ങളെല്ലാം ഓടിയെത്താൻ പറ്റും. വെള്ളം ടാങ്കിലേക്ക് പമ്പ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജത്തിന്റെ ഉപയോഗം പമ്പ് ഹൗസിൽ സ്ഥാപിച്ചിരിക്കുന്ന എനർജി മീറ്ററിൽ കൃത്യതയോടെ തെളിയും. ജലവിതരണ ലൈനിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രഷർ സെൻസർ, ഫ്ലോ സെൻസർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ വാൽവ്, പൈപ്പ് ലൈൻ ചോർച്ച, പമ്പ്, മോട്ടോർ എന്നിവയിലുണ്ടാകുന്ന അപാകതകൾ, ജലവിതരണ ലഭ്യതയുടെ ശതമാനം, വരുമാനം ലഭിക്കാത്ത ജലത്തിന്റെ കണക്കുകൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തും. ജലവിതരണ സംവിധാനങ്ങളിലെ ഊർജ്ജനഷ്ടം, അതുപോലെ തന്നെ സാങ്കേതിക നഷ്ടം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് ഒരു ക്യൂബിക് മീറ്റർ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ചിലവ് ഏതാണ്ട് 6 ഉറുപ്പികയാണ്. അങ്ങനെ നോക്കുമ്പോൾ എനർജി കോസ്റ്റ് മാത്രം എടുത്താൽ 41,400 കോടി രൂപയാണ് എനർജി കോസ്റ്റായിട്ട് നമ്മൾ ചിലവാക്കുന്നത്. അടൂരിലെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂമിലൂടെയും ലോകത്തെവിടെ നിന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് പന്തളം മുനിസിപ്പാലിറ്റിയുടെ ജലവിതരണ സംവിധാനം വെബ് ആപ്ലിക്കേഷനിലൂടെ നിരീക്ഷിക്കാൻ സാധിക്കും. പല ഘട്ടങ്ങളിലായി പ്രോസസ് ചെയ്ത് ശുദ്ധീകരിച്ച ജലം പാഴായി പോകുന്നത് തടയാൻ സാധിക്കുന്നതിലൂടെ ആധുനിക മനുഷ്യ ജീവിതക്രമത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ് ഓരോ കേരളീയനും. ഒരു മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതാണ് പന്തളത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവിടെ വളരെ ഫലപ്രദമായിട്ട് മെക്കാനിസം നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായി അവിടെ ഉള്ള കപ്പാസിറ്റി, പ്ലാന്റിൻ്റെ യഥാർത്ഥ കപ്പാസിറ്റി അതിൻ്റെ 4/1 മാത്രമേ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ആ രൂപത്തിൽ അതിൻ്റെ കപ്പാസിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ജലവിഭവ നഷ്ടം കുറയ്ക്കുന്നതിനു വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.